പിന്നെ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കരുണയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഓരോ നിമിത്തം സംഭവിച്ച കാര്യമാണ്. എൻ്റെ ഒരു അനുജൻ യൂട്യൂബ് വഴി അദ്ദേഹം ക്യാമറയിൽ റീഡ് ചെയ്ത പാട്ട് യൂട്യൂബിലിടുകയും അങ്ങനെ 1.5 വർഷക്കാലം അത് ഇങ്ങനെ യൂട്യൂബിൽ കിടക്കുകയും ആരും കാണാതെ കിടക്കും. പിന്നീട് 1.5 വർഷത്തിന് ശേഷം അതൊരു കുട്ടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ധാരാളം മലയാളികൾ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളാണല്ലോ അവരാണ് കൂടുതലായിട്ട് കാണാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അവർ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെ അവർ കാണുകയും കോൺടാക്ട് നമ്പർ ആവശ്യപ്പെടുകയും വളരെ അധികം ഇഷ്ടപ്പെടുകയും എന്നെ വിളിക്കാനുള്ള ഒരു കോൺടാക്ട് നമ്പർ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്പർ കൊടുത്തത് വഴി അവർ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പിന്നെ മീഡിയാസിനോട് എന്നെ ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എന്നെ അനുഗ്രഹിച്ച എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും. പിന്നെ FNS സാറ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആണ് അദ്ദേഹം. നമ്മുടെ നാടിൻ്റെ FNS ആണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാറിനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. സാർ എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും ഒക്കെ തന്നു. വളരെ സന്തോഷമുണ്ട് സാർ. പിന്നെ എൻ്റെ നാട്ടുകാർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചിത്ര ചേച്ചിയുമായിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത്. ചിത്ര ചേച്ചിയോടൊപ്പം മഴവിൽ മനോരമയിൽ കാണുകയും മഴവിൽ മനോരമ എനിക്ക് എന്നൊരു അവസരം തന്നു. അതിനുശേഷം ചേച്ചി ചെന്നൈയില് സ്റ്റുഡിയോയിൽ അത്യാവശ്യം സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ഞങ്ങൾ 2 പേരും ഒരു ഫിലിമില് മൈ നെയിം ഈസ് ജോണി എന്നാണ് ആ ഫിലിമിന്റെ പേര് വരാനിരിക്കുന്നത്. ജോസഫ് മാഷിന്റെ മോള് ഷാൻ ആണ്. അത് ഒരു ദൈവ നിമിത്തമാണ്. അപ്പൊ ജോസഫ് മാഷിന്റെ മോള് അദ്ദേഹത്തിന്റെ പാട്ടാണ് രാജഹംസം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാവ് എന്നോട് സംസാരിച്ചതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഷാനോട് അത് പറയുകയും ചെയ്തു. ഷാൻ എന്നെ നേരിട്ട് വിളിച്ച് ചേച്ചി അച്ഛൻ്റെ പാട്ട്, അച്ഛൻ പകുതി കമ്പോസ് ചെയ്ത പാട്ടാണ്, ബാക്കി ചിത്രചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കാൻ ഇരുന്ന പാട്ടാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ചന്ദ്രലേ ചേച്ചിയും കൂടെ പാടണം എന്നാണ്. അത് എൻ്റെ ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതിനോടൊപ്പം തന്നെ ജോൺസൺ മാഷിന്റെ അനുഗ്രഹവും ഞാൻ എനിക്ക് കിട്ടിയതുപോലെ തോന്നി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പാട്ട് ഞാൻ ചിത്രചേച്ചിയും കൂടെ ഒന്നിച്ച് പാടി ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോയി. വളരെ സന്തോഷമായി. ചേച്ചി നല്ല സന്തോഷമായ ചേച്ചി. എന്തൊരു എളിമയാണ് ചേച്ചിക്ക്. വളരെ നന്ദിയുണ്ട് ദൈവത്തോട്. അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടുകാർ, ഞാൻ ചേച്ചിയോട് പറയുന്നത് ചേച്ചി എൻ്റെ നാട്ടുകാർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് എൻ്റെ നാട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് വന്നതാണ്. എന്നോട് എന്ത് മിസ്റ്റേക്ക് വന്നാലും എൻ്റെ നാട്ടുകാർ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇരുണ്ട